ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പഠന സഹായിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പഞ്ചവത്സര പദ്ധതി 8 വരെ പഞ്ചവത്സര പദ്ധതിയാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത. അതിൻ്റെ ബാക്കിയായിട്ടുള്ള 9, 10, 11, 12 ഈ 4 പഞ്ചവത്സര പദ്ധതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1997 തൊട്ട് 2002 വരെയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നത് ഈ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അന്നേരത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി, AB വാജ്പേയി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. ദ്രുതഗതിയിലുള്ളൊരു സാമ്പത്തിക വളർച്ചയും സാമൂഹിക നീതിയായിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിന് പരിഗണന നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി. പിന്നെ ജനകീയ പദ്ധതി എന്നുകൂടി 9ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നുണ്ട്. 9ാം പഞ്ചവത്സര പദ്ധതിൻ്റെ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ജനസംഖ്യാ നിയന്ത്രണം. കൃഷിക്കും ഗ്രാമവികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. പാവങ്ങൾക്ക് ഭക്ഷണവും കുടിവെള്ളവും ഉറപ്പുവരുത്തുക. പ്രാഥമികാരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുക. രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ശാക്തീകരണം. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. ഇത്രയാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വരുന്നത്. ഈ 9ാം പഞ്ചവത്സര പദ്ധതികൾ ലക്ഷ്യം വെച്ച സമയത്ത് അതുമായി അതിൻ്റെ കുറച്ച് ഫലങ്ങൾ, അതായത് നമ്മൾ 9ാം പഞ്ചവത്സര പദ്ധതി നടത്തിയപ്പോൾ നമുക്കുണ്ടായ ബെനിഫിറ്റുകളാണ് ഇനി പറയുന്നത്. ലക്ഷ്യമിട്ടത് 7.1 വളർച്ചാ നിരക്ക്, പക്ഷെ കിട്ടിയത് 6.8 മാത്രമാണ് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 9ാം പഞ്ചവത്സര പദ്ധതി 6.5% GDP വളർച്ചാ നിരക്കായിരുന്നു ലക്ഷ്യമിട്ടത്, കൈവരിച്ചത് 5.4. കാർഷിക വ്യവസായ മേഖല ലക്ഷ്യമിട്ട് വളർച്ചാ നിരക്ക് 4.2, കിട്ടിയത് 2.1, അതും കുറവാണ്. പിന്നെ വ്യാവസായിക മേഖലയിൽ ലക്ഷ്യമിട്ടത് 3, വളർച്ചാ നിരക്ക് 3% അതിനേക്കാൾ കൂടുതൽ 4.5% നമുക്ക് കൈവരിക്കാൻ പറ്റി. സേവന മേഖലയിൽ 7.8 വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുണ്ട്. പിന്നെ ലക്ഷ്യമിട്ട ശരാശരി വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ 6.7 നമ്മൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് 9ാം പഞ്ചവത്സര പദ്ധതിയിൽ വരുന്ന കാര്യങ്ങൾ. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തും നമ്മുടെ AB വാജ്പേയി തന്നെയായിരുന്നു പ്രൈം മിനിസ്റ്റർ. ആ ഒരു സമയത്തെ കാലഘട്ടം 2002 തൊട്ട് 2007 വരെയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ AB വാജ്പേയി ആയിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പ്രൈം മിനിസ്റ്റർ. പിന്നീട് ലാസ്റ്റ് ആയപ്പോഴേക്ക് മൻമോഹൻ സിംഗ് ആയി പ്രൈം മിനിസ്റ്റർ. ഈ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നമുക്ക് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരുന്നത്. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GDP 8% വാർഷിക വളർച്ചാ നിരക്ക് കൈവരിക്കുക. 2007 ദരിദ്ര നിരക്ക് 5% കുറയ്ക്കുക. ഫലപ്രദമായതും ഗുണനിലവാരമുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. സാക്ഷരതയിലും തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുമുള്ള ലിംഗസമത്വം 2007 50% കുറയ്ക്കുക. 8.1 വളർച്ചാ നിരക്ക് കൈവരിക്കുക. ശിശുമരണ നിരക്ക് 2007 1000-45, 2012 1028 ആയി കുറയ്ക്കുക. സാക്ഷരതാ നിരക്ക് 75 ഉയർത്തുക. ഇത്രയാണ് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 8.1, ലഭിച്ചത് 7.7, കുറവാണ്. ഒരു സമയത്ത് 20 പരിപാടികൾ കൂടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചതും 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇനി 11ാം പഞ്ചവത്സര പദ്ധതി. 2007 തൊട്ട് 2012 വരെയാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നാണ് 11ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. ആ ഒരു സമയത്ത് പ്രൈം മിനിസ്റ്ററും മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര വികസനമായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ലക്ഷ്യം വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9% വാർഷിക വളർച്ചാ നിരക്ക് കൈവരിക്കുക. കാർഷിക മേഖലയിൽ 4% വളർച്ചാ നിരക്ക് കൈവരിക്കുക.
വ്യാവസായിക മേഖലയിൽ 10.5% വളർച്ചാ നിരക്ക് കൈവരിക്കുക. സേവന മേഖലയിൽ 10 to 11% വളർച്ചാ നിരക്ക് കൈവരിക്കുക. 2012 10% ദാരിദ്ര്യം കുറയ്ക്കുക. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നൽ നൽകുക. 2012 വനവിസ്തൃതി 33% വർദ്ധിപ്പിക്കുക. പദ്ധതി കാലയളവിൽ സാക്ഷരതാ നിരക്ക് 85% വർദ്ധിപ്പിക്കുക. ഇത്രയാണ് ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കാർഷികത്തിലും വ്യവസായത്തിലും സേവനത്തിലൊക്കെ ഉള്ള ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇത്ര കൈവരിക്കണം, ഇത്രയായിരുന്നു ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ടൈമിൽ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം അത് ഹെൽപ്ഫുള്ളാകും. അപ്പോൾ അത് പഠിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 8% സാമ്പത്തിക വളർച്ച കൈവരിച്ചു. കാർഷിക മേഖലയിൽ 3.7% വളർച്ച കൈവരിച്ചു. വ്യാവസായിക മേഖലയിൽ 7.2% വളർച്ച. സേവന മേഖലയിൽ 9.7% വളർച്ച. ഇത്രയാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ഫലങ്ങൾ പറയുന്നത്. ഇനി ലാസ്റ്റത്തെ 12ാം പഞ്ചവത്സര പദ്ധതി, ലാസ്റ്റ് 5 ഇയർ പ്ലാൻ 2012 തൊട്ട് 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഈ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നമ്മുടെ UPA ഗവൺമെൻറ്, നരേന്ദ്രമോദി സർക്കാർ, അത് ആസൂത്രണ കമ്മീഷൻ, നീതി ആയോഗായിട്ട് 2014 നിലവിൽ മാറിയതോടെ പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കി. അതുകൊണ്ട് ലാസ്റ്റത്തെ പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ 12ാം പഞ്ചവത്സര പദ്ധതി. ഈ സമയത്ത് ലക്ഷ്യങ്ങൾ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം ആണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 8% വളർച്ചാ നിരക്ക് കൈവരിക്കുക. കാർഷികേതര മേഖലയിൽ 50 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെ പോഷകക്കുറവ് പരിഹരിക്കുക. മുഴുവൻ ഗ്രാമങ്ങളും വൈദ്യുതീകരിക്കുക. 50% ഗ്രാമീണ ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുക. വർഷത്തിൽ 1 ദശലക്ഷം ഹെക്ടർ സ്ഥലത്ത് വനവൽക്കരണം നടത്തുക. 90% വീടുകളിൽ ബാങ്കിങ് സേവനം ലഭ്യമാക്കുക. ഇത്രയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഞ്ചവത്സര പദ്ധതിയായിട്ട് പഠിക്കാനുള്ളത്. എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഒന്ന് കമൻസ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഇടുന്നുണ്ട്. അതിൽ വന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ചെയ്യാം. അപ്പം ക്ലാസ്സുകൾ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.